പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ അനുഗ്രഹീതമായ ഈ ഇടവക ദൈവാലയം നമ്മുടെ നാടിന് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരു കുഞ്ഞായിരുന്ന സമയം മുതൽ വലിയ സന്തോഷത്തോടുകൂടി കണ്ടിരുന്ന ഒന്നാണ് എടത്തുവ പള്ളിയിലെ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ച് സഹദായുടെ മാധ്യസ്ഥം യാചിക്കുക എന്നുള്ളത്. നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം വളരെയധികം ഇടവകൾ വിശുദ്ധ സഹദായുടെ പ്രത്യേകമായ നാമധേയത്തിലുള്ളതാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ഈ സഹദായുടെ തിരുനാൾ ഏപ്രിൽ മാസം 23 മുതൽ ഏതാണ്ട് മെയ് മാസം 8-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ആചരിച്ചു വരുന്ന ഒരു വലിയ പതിവുണ്ട്. ഈ ഇടവക നമുക്കറിയാം, നമ്മുടെ സഭയിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. ഈ നാടിൻ്റെ മുഴുവൻ ഒരു പ്രകാശമായി, ഈ നാടിൻ്റെ മുഴുവൻ വിദ്യാഭ്യാസത്തിൻ്റെയും ആതുര ശുശ്രൂഷയുടെയും ദൈവസ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റേതുമായ ഒരിടമായി നമ്മുടെ ഈ ഇടവക ദൈവാലയം പ്രശോഭിച്ചു നിൽക്കുന്നു എന്നത് നമ്മുടെ എല്ലാവരുടെയും വലിയ ആനന്ദമാണ്. മലയിൽ ഉയർത്തപ്പെട്ട് വെച്ചിരിക്കുന്ന ദൈവാലയം പോലെ, മലയിൽ കത്തിച്ചു വെച്ച ദീപം പോലെ നമ്മുടെ ഈ പ്രദേശത്തെ ദീപമായി നമ്മുടെ ഇടവക സമൂഹം തീരുന്നു. ധാരാളം ആളുകൾ, പ്രത്യേകിച്ചും ഇതിലേക്ക് വന്നിട്ടുള്ള തീർത്ഥാടകരായിട്ടുള്ള നമ്മുടെ മക്കൾ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ കടന്നു വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും അവരേതൊരു നിയോഗത്തിനു വേണ്ടി ഈ വിശുദ്ധ ബലിയിലും ഈ തിരുനാളിലും സംബന്ധിക്കുന്നുവോ അത് ദൈവമായ കർത്താവ് വിശുദ്ധ സഹദായുടെ പ്രത്യേക മധ്യസ്ഥതയിൽ സാധ്യമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വാത്സല്യമുള്ള മക്കളെയും, ഇന്ന് മലങ്കര കത്തോലിക്ക സഭയുടെ ആരാധന അനുസരിച്ചുള്ള വിശുദ്ധ ബലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അതിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്ന് വിശുദ്ധ സഹദായുടെ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ നമ്മളോട് കർത്താവ് പറയുന്ന എന്താണ്, കർത്താവ് എന്ത് കാര്യമാണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കണം. വിശുദ്ധ സഹദായുടെ ജീവിതം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. പരിശുദ്ധ സഭയോടുള്ള വലിയ സ്നേഹം, ആയതുപോലെ തന്നെ സഭയ്ക്ക് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും ജീവത്യാഗം ചെയ്യുവാനായിട്ട് സാധിച്ച സഹദ, ആയതുപോലെ തന്നെ ഈ കാലങ്ങളിലെല്ലാം ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥത മൂലം അനേകായിരങ്ങൾ ദൈവത്തിങ്കിലേക്ക്, കർത്താവിങ്കിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു എന്നുള്ളത്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വളരെ സവിശേഷമായി സ്പർശിക്കുന്നത്, ഓർക്കുന്നത്. ഇവിടെ നമ്മുടെ കർത്താവ് ഇന്ന് ശിഷ്യത്വത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞു. 3 മനുഷ്യരെ കർത്താവ് കണ്ടുമുട്ടുന്നുണ്ട്. അതിൽ ഒന്നാമൻ കർത്താവിനോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗമിച്ചു കൊള്ളാം. അവൾ കർത്താവ് പറയുന്നു, മോനെ, നീ എന്തിനാണ് എന്നെ അനുഗമിക്കാൻ വരുന്നത്? നിന്റെ ഉദ്ദേശം എന്താണ്? നീ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട്, അവക്ക് ചേക്കേറാനായിട്ടൊരിടമുണ്ട്, പാമ്പുകൾക്ക് മാളങ്ങളുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ഭൗതികമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് അല്ല നമ്മൾ കർത്താവിനെ അനുഗമിക്കേണ്ടത് എന്ന് നമ്മോട് അവിടുന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ കാണുന്നത് കൂടുതൽ കൂടുതൽ വേദനയും ത്യാഗവും പീഡനവും നമ്മളുടെ മേൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ സത്യത്തിൽ കർത്താവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, അവൻ്റെ മുഖം മാത്രം ദർശിച്ചുകൊണ്ട് അവനെ അനുഗമിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ലോകത്തിൽ നമുക്ക് വലിയ ഒരു മാതൃകയായി നിൽക്കുന്നത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ അസീറിയ തുടങ്ങിയ ബാലന്മാർ 3 പേരെ, അവരെ നെബൂഖദ്നേസർ രാജാവ് അദ്ദേഹം പറഞ്ഞ ദൈവത്തെ ആരാധിക്കാതിരുന്നതുകൊണ്ട് അവരെ തീയിലേക്ക് എറിയുകയാണ്. വലിയ തീച്ചൂളയാണ്.
അവിടേക്ക് എറിയുകയാണ്. അവിടെ എറിയാൻ തുടങ്ങുന്നതിന് മുമ്പ് പറയുകയാണ് ഈ ചെറുപ്പക്കാരോട്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നത്? എന്നെ നിങ്ങൾ ആരാധിക്കുക, ഞാൻ ഉണ്ടാക്കി വെച്ച ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക, നിങ്ങളുടെ ജീവിതം സുന്ദരമാകും. അപ്പോൾ അതിന് ഈ മക്കൾ പറയുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. രാജാവേ, അങ്ങ് ഞങ്ങൾക്ക് എന്തെല്ലാം തന്നാലും ഞങ്ങൾക്കതൊന്നും വേണ്ട. ജീവനുള്ള ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെയാണ് ഞങ്ങളെ ആരാധിക്കുന്നത്. ആ ദൈവം ഞങ്ങളെ അങ്ങുണ്ടാക്കിയ ഈ വലിയ ഈ തീക്കുന്തത്തിൽ നിന്ന്, ഈ തീപന്തത്തിൽ നിന്ന്, ഈ തീക്കുണ്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കും. ഇനി അഥവാ അവിടുന്ന് കടന്നു വന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ കർത്താവിനെ ആരാധിക്കും, അവനെ ഉപേക്ഷിക്കില്ല എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ഓർക്കേണ്ടത് തീയുടെ മുമ്പിൽ അവരുടെ കണ്ണ് മഞ്ചിക്കുന്ന തരത്തിൽ അത്രമാത്രം ഈ തീ അങ്ങനെ കൂട്ടുകയാണ്, ആളിക്കത്തിക്കുകയാണ്. അവിടേക്കാണ് എറിയുന്നത്. അവിടെ എറിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? നെബൂഖദ്നേസർ രാജാവ് പറയുകയാണ്, നമ്മൾ 3 പേരെയല്ലേ അയച്ചുള്ളൂ, ഇതാ ഒരാളും കൂടി അതിനകത്തിൽ നിൽക്കുന്നു, 4 പേരെ നമ്മൾ കാണുന്നു ഈ തീക്കുണ്ടത്തിൽ. ഈ 4-ാമനെ കണ്ടിട്ട് ഒരു ദൈവദൂതനെ പോലെ ഉണ്ട് എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളൊരു കാര്യം ഓർക്കണം. ഇന്ന് നമ്മുടെ ഈ നൊവേന നടത്തിയ അവസരത്തിൽ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ അവസരത്തിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ച്, കർത്താവേ, നീ എന്നെ ഭഗ്നാശരാക്കരുതേ, നീ എൻ്റെ അപേക്ഷ കേൾക്കണമേ, നീ എന്നെ നഷ്ടധൈര്യനാക്കരുതേ എന്ന് നമ്മുടെ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയിട്ടാണ്. അവിടുന്ന് വചനം പറയുന്നത് പോലെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, അവൻ തൻ്റെ ഏകപുത്രനെ പോലും നമുക്ക് വേണ്ടിയിട്ട് നൽകുവാൻ അവിടുന്ന് തീരുമാനിച്ചുവെങ്കിൽ അവിടുത്തെ സ്നേഹം എത്രയധികമാണ്. അവിടുന്ന് എന്തു തന്നെ നമുക്ക് തരികയില്ല പ്രിയപ്പെട്ടവരെ. ആയതുകൊണ്ട് ഈ തിരുനാളിൻ്റെ ഈ ദിവസത്തിൽ ഈ മധ്യസ്ഥൻ നമുക്ക് കൂട്ടും തുണയുമായിരിക്കുന്ന ആ വേളയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതാണ്: കർത്താവേ, നീയാണ് ഞങ്ങളുടെ സങ്കേതം, നീയാണ് ഞങ്ങളുടെ അഭയം, നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല. എന്തെല്ലാം ഞങ്ങൾക്ക് ഭൗതികമായി തരാമെന്ന് പറഞ്ഞാലും നിന്നെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോവില്ല. കാരണം നീയാണ് ഞങ്ങളുടെ കർത്താവ്, നീയാണ് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലഘട്ടം, നമ്മൾ ഈ ചുരുങ്ങിയ ഏറിയാൽ മനുഷ്യജീവിതം 70 ഏറിയാൽ 80 വചനം പറയുന്നു. അപ്പോൾ ആ കാലഘട്ടം കൊണ്ട് വിലയിരുത്തപ്പെടേണ്ടതായ ഒരു ജീവിതമല്ല നമ്മുടേത്. തീർച്ചയായിട്ടും ഈ ലോക ജീവിതം പ്രധാനപ്പെട്ടതാണ്. ഈ ലോക ജീവിതത്തിന് ശേഷം നമുക്കുള്ള ആ മഹത്വകരമായ ജീവിതം കാണുമ്പോൾ പൗലോസ് പറയുന്നു, കണ്ണ് കാണുകയോ ചെവി കേൾക്കുകയോ മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേരുകയോ ചെയ്തിട്ടില്ല എന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേരാത്തതായ എന്ത് കാര്യമാണുള്ളത്? ഒരുപക്ഷെ യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും, മനുഷ്യ സങ്കല്പത്തിൽ എത്തുവാൻ സാധിക്കും. ഉദാഹരണം ഞാൻ പറയുകയാണ്, ചതുരത്തിലുള്ള ഒരു വൃത്തം, അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ചതുരത്തിലുള്ള ഒരു വൃത്തം, അങ്ങനെ ഒരു യാഥാർത്ഥ്യമില്ല. ഒന്നുകിൽ അത് ചതുരമാണ്, അല്ലെ അത് വൃത്തമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യം പോലും നമുക്ക് സ്വപ്നത്തിൽ അല്ലെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ, വിശുദ്ധ പൗലോസ് പറയുകയാണ്, കർത്താവ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യം കണ്ണ് കാണുകയോ ചെവി കേൾക്കുകയോ മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേരുകയോ ചെയ്തിട്ടില്ല എന്ന്. അത്രമേൽ സുന്ദരമായ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി കർത്താവ് തരുന്നത്. സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണ് എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിലെ സമാധാനവും സന്തോഷം എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇതുവരെയും ആരാധിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ദൈവത്തെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവൻ്റെ മുഖം നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് പാതാളത്തിൽ ചെന്നാലും. പാതാളത്തിലെ ഏറ്റവും വികലമായതും ഭയപ്പെടുത്തുന്നതുമായ യാഥാർത്ഥ്യം അഗ്നികുണ്ഡമല്ല മക്കളെ, അവിടെയുള്ള പുഴുക്കളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമല്ല. പിന്നെന്താണ് അത്? ഈ സാത്താൻ്റെ ദർശനം എന്നാണ് പറയുന്നത്. സാത്താനെ നമ്മൾ
ഇപ്പോൾ കമ്പും കൗരവും ഒക്കെ വെച്ച് കൊമ്പും കൗരവും ഒക്കെ വെച്ച് നമ്മൾ കാണുന്നുണ്ട്. അതല്ല, സാത്താൻ്റെ ദർശനം എന്ന് പറയുന്ന വളരെ ഭയപ്പെടുത്തുന്നതാണ്. അത് കണ്ടാൽ അലറി വിളിക്കും. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ 29-ാം തീയതി ഏപ്രിൽ 29-ന് വിശുദ്ധ കത്രീന പുണ്യവതിയുടെ സെയിൻറ്റ് കാതറിൻ ഓഫ് സിയന്ന ആ വിശുദ്ധയുടെ തിരുനാൾ നമ്മൾ ആചരിച്ചത്. ആ വിശുദ്ധ പറയുന്നുണ്ട്, the most horrifying experience in hell is the vision of Satan. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവിടേക്ക് പ്രിയപ്പെട്ടവരെ ആരെയും നമ്മൾ പറഞ്ഞു വിടരുത്, നമ്മൾ പോകരുത്. കാരണം അത്രമേൽ ഭീകരമാണ്. ഒരു ശത്രുവിന് പോലും ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. ദൈവമേ, ഈ പാതാളത്തിലേക്ക് അവരെ തള്ളിവിടരുത് എന്ന്. അത്രയും ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ള എൻ്റെ മക്കളെ, കർത്താവ് നമുക്ക് തരാൻ പോകുന്നത് അവൻ്റെ ദർശനമാണ്, അവൻ്റെ സൗന്ദര്യമാണ്, അവൻ്റെ വലിയ സന്തോഷപ്രദമായ അവൻ്റെ മുഖമാണ്. ആ മുഖം കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഇന്നലെ വരെയും കണ്ണാടിയിൽ എന്ന പോലെ കണ്ടിരുന്നവനെ ഇന്ന് മുഖാമുഖം കണ്ട് ആനന്ദിക്കുന്നു എന്നാണ് മരിച്ചവരെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നത്. ഇന്നലെ വരെയും കണ്ണാടിയിൽ എന്ന പോലെ കണ്ടിരുന്നവനെ മുഖാമുഖം കണ്ട് ആനന്ദിക്കുന്നു എന്നുള്ളത്. ആ വലിയ മുഖം കാണുവാൻ നമുക്ക് സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ ജീവിതം അങ്ങനെയാണ് അളക്കുന്നത്. കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുണ്ട്, പക്ഷേ മനുഷ്യപുത്രന് അതൊന്നുമില്ലെങ്കിലും ഞങ്ങൾ നിൻ്റെ പുറകെ വരത്തുള്ളൂ, കാരണം നീയാണ് ഞങ്ങളുടെ കർത്താവും നാഥനും. കുറേ നാളുകൾക്ക് മുമ്പേ നമ്മുടെ കുറേ IS ഭീകരർ നമ്മളുടെ കുറേ മക്കളെ, അതായത് ഈജിപ്തിലെ കോപ്റ്റിക് സഭയിൽപ്പെട്ട 21 പേരെ വധിച്ചു. അവരോട് ചോദിച്ച ഒരു ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കുമോ എന്ന്. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചെറുപ്പത്തിൻ്റെ തിളപ്പുള്ള മക്കൾ അവരുടെ കഴുത്തുകൾ അറുത്ത് ആ രക്തം ആ കടലിൽ വീഴ്ത്തിയത് നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ വായിച്ചെടുത്തതാണ്. ഈ അമ്മമാർ പറഞ്ഞത് എന്തെന്നറിയാം, ഇവരുടെ ഈ ഭാര്യമാരും അമ്മമാരും ഒക്കെ പറഞ്ഞത്, അവർ പറയുകയാണ്, യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച ഒരു നാവുള്ള തലയുമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മകൻ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നില്ലല്ലോ എന്നാണ്. അതാണ് വിശ്വാസം. ഇനിയും അതിലേറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ ഈ 21 പേരിൽ ഒരാൾ സഭയിൽപ്പെട്ട ആളൊന്നും അല്ലായിരുന്നു. അപ്പം അവനോട് ചോദിച്ചു, നീ എന്ത് ചെയ്യുന്നു, നീ യേശുവിനെ ഉപേക്ഷിക്കുമോ? അപ്പോൾ അവർ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഇവരുടെ ദൈവമാണ് എൻ്റെ ദൈവം, ഇവരുടെ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞു. അതെ, ഈ വിശ്വാസത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് അത്രമേൽ ശക്തമാണ്. നമ്മളെത്ര മൂടി വെച്ചാലും, എത്ര കല്ലറയിൽ അടച്ചു വെച്ചാലും, അത് പ്രിയപ്പെട്ടവരെ ഉയർപ്പ് നാളിൽ അത് പൊങ്ങി വരും. 3-ാം നാൾ വരെ ഉള്ളൂ ഈ ലോകത്തിൻ്റെ അധികാരികൾക്ക് അവകാശം. അത് കഴിഞ്ഞാൽ പിന്നെ കർത്താവിനാണ്. നമ്മൾ ഈ കർത്താവിലാണ് നമ്മുടെ ആശ്രയം വയ്ക്കുന്നത്, അവനെയാണ് നമ്മൾ പിൻഗമിക്കുന്നത്. രണ്ടാമത് കർത്താവ് വീണ്ടും ഒരുവനോട് ചോദിച്ചു, നീ പോരെ എൻ്റെ കൂടെ, നീ എൻ്റെ കൂടെ പോരെ. അപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ അപ്പനെ അടക്കിയിട്ട് വരാം എന്ന്. അതെ, കർത്താവ് പറയുന്നു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ വ്യാപാരത്തിൽ ഇടപെടുന്നത് മരണത്തിന് തുല്യമാണ്. അതുകൊണ്ട് ലോകത്തിലെ കാര്യങ്ങൾ ചെയ്യരുതെന്നല്ല, അത് അത്യാവശ്യമായ കാര്യം മാത്രം നമ്മൾ നിർവഹിച്ചാൽ മതി. നമ്മൾ വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നത്തിൽ നമ്മളായിരിക്കണം. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരാകുവാൻ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ അതാത് സമയങ്ങളിൽ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഉത്തരം കൊടുക്കണം. നമ്മളൊരു പക്ഷെങ്കിൽ മിഷൻ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല, ഇവിടെ എല്ലാം നമുക്ക് സാധിക്കും. നമ്മുടെ മാർപ്പാപ്പ തിരുമേനി, ഫ്രാൻസിസ് തിരുമേനിയെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. ദൈവവിശ്വാസികളല്ലാത്തവർ, നിരീശ്വരവാദികൾ, അങ്ങനെ മറ്റ് തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർ, അവരൊക്കെയാണ് മാർപ്പാപ്പായെക്കുറിച്ച് വാചാലരാകുന്നത്.
കാരണം ഇത്രയും നല്ലൊരു ജീവിതം, ഇത്രയും നല്ല മനുഷ്യത്വത്തിൻ്റെ മുഖം. നമുക്കറിയാം, മനുഷ്യത്വം എന്ന് പറയുന്നത് ദൈവത്വമാണ്, അല്ലാതെ എന്താണ്? ഒന്നുമില്ല. അപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് നൽകിയ വലിയ സന്ദേശം, സുവിശേഷം പ്രഘോഷിക്കുക, എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക. പ്രിയ മക്കളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഉദ്ദേശം അതാണ്. യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക, കാരുണ്യത്തിൻ്റെ മുഖമായിരിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്, നാം മറക്കരുത്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് സുവിശേഷം പ്രസംഗിക്കുവാനും പ്രഘോഷിക്കുവാനും നമുക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. മൂന്നാമത്തെ ആളും ഇങ്ങനെ ഒരു ഒഴുകൊഴുവാണ് പറയുന്നത്. ഞാൻ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോടൊക്കെ ഒരു അനുവാദമൊക്കെ ചോദിച്ചിട്ട് വരാം. അതായത് ദൈവരാജ്യത്തിൻ്റെ ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല. വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ് വേണ്ടത്. നമുക്കുള്ളതൊക്കെ കൊടുക്കാൻ ആലോചിക്കണമെന്നല്ല. നമ്മളുടെ കണക്കുകളെല്ലാം കൂടെ നോക്കി കൂട്ടിയിട്ട് നമ്മൾ എത്ര രൂപ കൊടുക്കണം, അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നമ്മൾ കൊടുക്കുക. അതൊരു പക്ഷേ നമ്മളുടെ സമ്പാദ്യമാവാം, നമ്മളുടെ ആരോഗ്യമാവാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ സാഹചര്യങ്ങളാകാം. പ്രിയ മക്കളെ, ആരോടും ആലോചന ചോദിച്ചായിരിക്കരുത് നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് കർത്താവിനെ പിൻചെല്ലേണ്ടത്. കർത്താവിൻ്റെ വഴികളും അവൻ്റെ രാജ്യവും നമ്മളെ സ്വപ്നം പോലെ നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ഞാനൊരു വചനം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 20:18 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവമേ, നീ എന്നെ വശീകരിച്ചു, നീ എന്നെ വഞ്ചിച്ചു എന്നാണ് നമ്മുടെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ വഞ്ചിതനായി എന്ന്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷിലുള്ള തർജ്ജമ ഇങ്ങനെയാണ്: ലോർഡ് യു ഹാവ് സെഡ്യൂസ്ഡ് മീ, ലോർഡ് യു ഹാവ് സെഡ്യൂസ്ഡ് മീ ആൻഡ് ഐ വാസ് സെഡ്യൂസ്ഡ്. അതായത് ഈ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന വാക്കാണ് ഈ സെഡ്യൂസ്. അതിനൊരിച്ചിരി ലൈംഗികത അതിലുണ്ട്, വശീകരിക്കുക. അപ്പോൾ ഈ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ കർത്താവെ, നീ എന്നെ വശീകരിച്ചിരിക്കുകയാണ്. നിൻ്റെ സ്വപ്നവും നിൻ്റെ സൗന്ദര്യവും നിൻ്റെ രാജ്യവും എന്നെ മത്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. എനിക്കിനി വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു ഊർജം. ഈ തിരുനാളിലൊക്കെ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. നമ്മൾ എത്രയോ ലക്ഷങ്ങളാണ് സത്യത്തിൽ ഇവിടേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യൻ, ഗീവർഗീസ് എന്ന് പറയുന്ന സഹദാ, അദ്ദേഹം വീട്ടുകാരോട് ചോദിക്കാതെ, അദ്ദേഹം ആരുടെയും അനുവാദം ചോദിക്കാതെ യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം ബലിയർപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ ജനം തിരിച്ചറിയുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്നതിനേക്കാൾ ഉപരി മരിച്ചതിന് ശേഷമാണ്, അല്ലേ? ആണ്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ അവിടുന്ന് ചെയ്തത് വളരെ ചുരുക്കം പേരെയാണ്. അവിടുന്നും ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷം എത്ര വലുതാണ്. ഈ ഭാഗ്യമാണ് നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.